നമ്മുടെ കൺപോള പോലെ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ട് ക്യാമറക്കകത്തുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഹായ് എവരിവൺ, വെൽക്കം ടു ദി 5th എപ്പിസോഡ് ഓഫ് കൂടെ കൂടി ഫോട്ടോഗ്രാഫി പഠിക്കാം ട്യൂട്ടോറിയൽ സീരീസ്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് എക്സ്പോഷർ ട്രയാങ്കിളിലെ സെക്കൻഡ് സെറ്റിംഗ്സ് ആയിട്ടുള്ള ഷട്ടർ സ്പീഡിനെ കുറിച്ചാണ്. സോ ഷട്ടർ സ്പീഡിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഷട്ടർ എന്താ നോക്കണം അല്ലേ? സോ എൻ്റെ കയ്യിലൊരു ബേസിക് DSLR ക്യാമറ ഉണ്ട്. സോ ഞാൻ ഈ ക്യാമറ ലെൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് മിറർ കാണാൻ പറ്റും. ഇത് DSLR ക്യാമറ ആയതുകൊണ്ടാണ് മിറർ കാണുന്നത്. ഇൻ കേസ് മിറർലെസ് ക്യാമറ ആണെങ്കിൽ മിറർ കാണാൻ പറ്റില്ല. ഞാൻ ഈ മിറർ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ബാക്കിൽ ഒരു കേർട്ടൺ കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു ബ്ലാക്ക് കേർട്ടൺ. ഈ കേർട്ടൺ ആണ് ആക്ച്വലി ഷട്ടർ എന്ന് പറയുന്നത്. ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെൻസറിന്റെ ഫ്രണ്ടിലുള്ള കേർട്ടൺ ഓപ്പൺ ആവും. എപ്പോഴാണോ കേർട്ടൺ ഓപ്പൺ ആവുന്നത് അത് മുതലായിരിക്കും ക്യാമറ സെൻസർ ഇമേജ് എടുക്കുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. എപ്പോഴാണോ കേർട്ടൺ ക്ലോസ് ആവുന്നത് അതുവരെ ക്യാമറ ഫോട്ടോ എടുക്കുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ഒരു കേർട്ടൺ ഓപ്പൺ ആവുന്നതിനും ക്ലോസ് ആവുന്നതിന് സ്പീഡിനെയാണ്, ദാറ്റ് മീൻസ് ഈ ഒരു ഷട്ടർ ഓപ്പൺ ആവുന്നതിനും ക്ലോസ് ആവുന്നതിന് സ്പീഡിനെയാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ഷട്ടർ സ്പീഡിന്റെ വാല്യൂ പറയുന്നത് സെക്കൻഡ്സിൽ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ്. ലൈക്ക് 5 seconds, 3 seconds, 2 seconds, 1 second, അതുപോലെ തന്നെ 1/30, 1/50, 1/60, 1/100 അങ്ങനെ ഇതിന്റെ വാല്യൂ പോകുന്നുണ്ടാവാം. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആയതുകൊണ്ട് തന്നെ 1/100, 1/250 എന്നൊക്കെ പറയുമ്പോൾ 1/250 എന്നുള്ള വാല്യൂ ആയിരിക്കും സ്പീഡ് കൂടുതലുണ്ടാവും. ദാറ്റ് മീൻസ് താഴത്തെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഷട്ടർ സ്പീഡ് കൂടി വരും. ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നത്. അതായത് ഷട്ടർ സ്പീഡ് എങ്ങനെയാണ് നമ്മുടെ എക്സ്പോഷർ അല്ലെങ്കിൽ ലൈറ്റിനെ എഫക്ട് ചെയ്യാന്നുള്ളത്. സപ്പോസ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഷട്ടർ സ്പീഡ് 1 second ആണെന്നുണ്ടെങ്കിൽ ക്യാമറ സെൻസർ ആ 1 second വരുന്ന കംപ്ലീറ്റ് ലൈറ്റിനെയും ക്യാപ്ചർ ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ എടുക്കുന്ന ഇമേജിലെ എക്സ്പോഷർ അല്ലെങ്കിൽ ലൈറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് കൂടുതലാണെങ്കിൽ ലൈക്ക് ഒരു 1/200 അല്ലെങ്കിൽ 1/500 ഒക്കെ ആണെങ്കിൽ ഷട്ടർ ഭയങ്കര സ്പീഡായിട്ട് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സെൻസറിലോട്ട് എത്തുന്ന എമൗണ്ട് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. നമ്മൾ എടുക്കുന്ന ഇമേജിലെ എക്സ്പോഷർ അല്ലെങ്കിൽ ലൈറ്റ് എന്നുള്ളത് കുറവായിരിക്കും. ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഷട്ടർ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കൂടും, ഷട്ടർ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ലൈറ്റ് കുറയും. ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഷട്ടറിനെ നമ്മുടെ കൺപോളായിട്ട് കമ്പയർ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ കൺപോള ഭയങ്കര ഫാസ്റ്റായിട്ട് ഓപ്പൺ ആക്കുകയും ക്ലോസ് ആക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കുറയുന്ന പോലെ ഫീൽ വരും. അതുപോലെ തന്നെ കൺപോള കുറച്ച് അധിക സമയം ഓപ്പൺ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ലൈറ്റ് കിട്ടുന്ന പോലെ ഫീൽ ആവും. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഷട്ടർ ഓപ്പൺ ആവുകയും ക്ലോസ് ആവുന്ന സിസ്റ്റം മെക്കാനിക്കൽ ഷട്ടർ സിസ്റ്റം ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മിറർലെസ് ക്യാമറാസിൻ്റെ അകത്തും അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ അകത്തൊക്കെ വരുന്നത് ഇലക്ട്രോണിക് ഷട്ടർ സിസ്റ്റം ആണ്. സോ ഇലക്ട്രോണിക് ഷട്ടർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഫോട്ടോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മുതൽ സെൻസർ ആക്റ്റീവ് ആവും. നമ്മൾ എത്രയാണോ ഷട്ടർ സ്പീഡ് കൊടുത്തിട്ടുള്ളത് ആ സമയം ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് സെൻസർ ഡീആക്ടിവേറ്റ് ആവും. ഈ ഒരു ലെസന്റെ നോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഷട്ടർ എന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മൾ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. കൂടെ കൂടുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടിയാൽ സംഭവം കളറാക്കാം.